MS ഓഫീസ് ടൂൾസ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. എക്സലിലെ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളിൽ ഒന്നായ H-lookup ഉപയോഗിച്ച് അഥവാ ഹൊറിസോണ്ടൽ ലുക്കപ്പ് ഉപയോഗിച്ച് ഈ എക്സൽ ഷീറ്റിൽ നിന്നുള്ള അലക്സ് എന്ന ഈ നെയിമിന് സമാനമായ ജോയിൻ ഡേറ്റ്, ജോബ് ടൈറ്റിൽ, ജെൻഡർ, നാഷണാലിറ്റി, സാലറി ഇതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനായി ജോയിൻ ഡേറ്റ് എന്ന ഈ കോളത്തിന് നേരെ കഴ്സർ വച്ചതിന് ശേഷം H-lookup എന്ന് ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തെ ലുക്കപ്പ് വാല്യൂ അഥവാ അലക്സ് നെയിം അഥവാ അലക്സ് ഇത് കോളത്തിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. കോമ ടേബിൾ അറേ അഥവാ ഈ ടേബിളിൽ ഇത്രയും പോർഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടൂ. അതിനായി ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ ആൻഡ് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് ഈ പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക. കോമ ജോയിൻ ഡേറ്റ് 1, 2, 3 ടൈപ്പ് ചെയ്യുക. കോമ ട്രൂ അപ്രോക്സിമേറ്റ് ആൻഡ് ഫാൾസ് എക്സാക്റ്റ് മാച്ച് നമുക്ക് കിട്ടേണ്ടത് ഫാൾസ് എക്സാക്റ്റ് മാച്ച്, അത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അടുത്തത് ജോബ് ടൈറ്റിൽ H-lookup ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തെ കോളമായ അലക്സിന് നേരെ ഉള്ള കോളത്തിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. കോമ ടേബിൾ ഇത്രയും പോർഷൻ മാത്രം ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ ആൻഡ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. കോമ ജോബ് ടൈറ്റിൽ 1, 2, 3, 4, 5, 6 ടൈപ്പ് ചെയ്യുക. കോമ ഫാൾസ് എൻ്റർ ചെയ്യുക. അടുത്തത് ജെൻഡർ. ഇതിന് മറ്റൊരു എളുപ്പവഴി കൂടി പറഞ്ഞുതരാം. ഇവിടെ ഈ ജോബ് ടൈറ്റിൽ നേരെയുള്ള ഇലക്ട്രീഷ്യൻ എന്ന ഈ കോളത്തിൽ വന്ന് കഴ്സർ വെച്ച് ഫോർമുല ബാറിൽ നിന്നും Ctrl+C ഉപയോഗിച്ച് മാത്രം കോപ്പി ചെയ്യുക. ശേഷം എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുക. ശേഷം ഈ ജെൻഡർ എന്ന കോളത്തിന് നേരെ വന്ന് കഴ്സർ വെച്ചതിന് ശേഷം വീണ്ടും ഫോർമുല ബാറിൽ പോയി Ctrl+V ഉപയോഗിച്ച് മാത്രം പേസ്റ്റ് ചെയ്യുക. അടുത്ത ആർഗ്യുമെൻ്റായ ഇൻഡെക്സ് കോളം ഇൻഡെക്സ് അഥവാ കോളം നമ്പർ 1, 2, 3, 4, 5, 6, 7, 8 6ന് പകരം 8 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അടുത്തത് നാഷണാലിറ്റി. അതിനായി ഈ കോളത്തിൽ നാഷണാലിറ്റി എന്ന കോളത്തിന് നേരെയുള്ള ഈ കോളത്തിൽ കഴ്സർ വെച്ചതിന് ശേഷം നേരത്തെ കോപ്പി ചെയ്തത് ഫോർമുല ബാറിൽ വീണ്ടും പേസ്റ്റ് ചെയ്യുക. Ctrl+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. നാഷണാലിറ്റി എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 9ാമത്തെ കോളം. ഇവിടെ വന്ന് 8ന് പകരം 9 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അടുത്തത് സാലറി. സെയിം പ്രോസസ്സ് തുടരുക. ഫോർമുല ബാറിൽ വന്ന് കഴ്സർ വെച്ചതിന് ശേഷം Ctrl+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. സാലറി എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 8ന് പകരം 12 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അലക്സ് എന്ന ഈ എംപ്ലോയി ഐഡിയുടെ ജോയിൻ ഡേറ്റ്, ജോബ് ടൈറ്റിൽ, ജെൻഡർ, നാഷണാലിറ്റി, സാലറി ഇവ കൃത്യമായി ടൈപ്പ് ചെയ്ത് വന്നതായി കാണാം. ഇനി ഇവിടെ നിന്നും മറ്റൊരു എംപ്ലോയിയുടെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം ശ്രദ്ധിക്കാം. ബാലൻ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്താൽ ബാലൻ എന്ന എംപ്ലോയി ഐഡിയുടെ ജോയിൻ ഡേറ്റായ 11/10/2019, ജോബ് ടൈറ്റിൽ ടെക്നീഷ്യൻ, ജെൻഡർ മെയിൽ,
സാലറി 2500. അടുത്തത് മറ്റൊരു എംപ്ലോയിയുടെ പേര് കൂടി ടൈപ്പ് ചെയ്ത് നോക്കാം. ഹമീദ്. എൻ്റർ. ഹമീദ് എന്ന എംപ്ലോയിയുടെ ജോയിൻ ഡേറ്റായ 10/5/2021. ജോബ് ടൈറ്റിൽ ടെക്നീഷ്യൻ, മെയിൽ, നാഷണാലിറ്റി പാകിസ്ഥാൻ, സാലറി 3500. ഇനി മറ്റൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഈ ഒന്നാമത്തെ നെയിം എന്ന കോളത്തിന് നേരെയുള്ള കോളത്തിൽ കഴ്സർ വെച്ചതിന് ശേഷം ഡാറ്റ എന്ന ഈ ഓപ്ഷനിൽ പോവുക. ഡാറ്റ വാലിഡേഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ വന്ന് ഇതിൽ നിന്നും ലിസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ സോഴ്സ് എന്ന ഈ കോളത്തിന് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും മുഴുവൻ പേരും സെലക്ട് ചെയ്യുക. ശേഷം എൻ്റർ ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്താൽ ഇവിടെ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് മാറുന്നതായി കാണാം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ അറിവ് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.